ഇവാൻ ജിയോ കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലില്ലായിരുന്നു, മമ്മീന്റെ മൊബൈലിലായിരുന്നു നമ്മൾ വീഡിയോസ് എടുക്കാതിരുന്നത്. അപ്പൊ മമ്മി ഇവിടെ ഇല്ലായിരുന്നു. മമ്മി കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് കോവിഡ് ആയിട്ട് മമ്മി കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഗൈസ് നമ്മളൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ മുഴുവൻ എല്ലാ വീഡിയോസും ഇനി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മൊബൈൽ തുറന്നാലും TV തുറന്നാലും സോഷ്യൽ മീഡിയയും ന്യൂസ് പേപ്പറൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ വരുന്നത് എന്താ? കോവിഡ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് അപ്പോൾ നമ്മൾ പറയാൻ പോകാൻ അമ്മാമ്മയ്ക്ക് അമ്മമ്മ അച്ഛനും സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ചാച്ചന് രുചിയൊന്നും കാണുന്നില്ല. നാവിൽ ഒരു രുചിയൊന്നും കിട്ടുന്നില്ല. അമ്മാമ്മയ്ക്ക് മേലുവേദന, വയറ്റുനോക്ക്, പനി, തൊണ്ടവേദന, തലവേദന, ചുമ അങ്ങനെയൊക്കെ കണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ അമ്മാമ്മനെയും അച്ചാച്ചനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവര് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് പോസിറ്റീവായിരുന്നു. പോസിറ്റീവായപ്പോൾ അവിടുന്ന് അഡ്മിറ്റ് ചെയ്ത് അമ്മാമ്മയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുഴുവനും എന്താ പറയുക, ശ്വാസം മുട്ടൽ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മാമ്മനെ 2 ദിവസത്തിന് ശേഷം അമ്മാമ്മനെ അവിടുന്ന് ഐസിയുലേക്ക് മാറ്റുമ്പോൾ എല്ലാ ദിവസവും അമ്മാമ്മനെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പിന്നെ അമ്മാമ്മനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും അമ്മാമ്മൻ്റെ മാസ്ക് ഇല്ലേ, മറ്റേ ഓക്സിജൻ മാസ്ക്, അല്ല ആദ്യത്തെ ദിവസം നമ്മൾ സാധാ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മറ്റേ ഓക്സിജൻ മാസ്ക് ആയിരുന്നു. പിറ്റേ ദിവസം വേറെന്തോ ഒരു ഓക്സിജൻ ഫുള്ള് കവറായ ഒരു ഓക്സിജൻ മാസ്ക് വന്ന്. പിന്നെ ഇവിടെ ഒരു കവർ പോലുള്ള ഒരു ഓക്സിജൻ മാസ്ക് വന്ന്. ഈ ഫോട്ടോ സൈഡിൽ വരുന്നത് ഇതേപോലത്തെ ഒരു ഓക്സിജൻ മാസ്കാണ് പിന്നെ വന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ എല്ലാ ദിവസവും വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് അമ്മമ്മയ്ക്ക് വേഗം വെന്റിലേറ്ററിലേക്ക് മാറ്റണം. ഇവിടെ വെന്റിലേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. പരിയാരത്തേക്കാണ് ശരിക്കും ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ ബെഡ് ഒഴിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ആൻറ്റി ഉണ്ട്, നിവ്യ ആൻറ്റി അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ദിവസം വെന്റിലേറ്റർ 25,000 രൂപ ഒക്കെ വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ മമ്മീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് പരിയാരത്തേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അവിടെ ബെഡ് ഒഴിവില്ല. പിന്നെ ആ ഡോക്ടർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വേഗം ഷിഫ്റ്റ് ചെയ്തോളൂ, ഇവിടെ ഇപ്പോൾ ഒരു ബെഡ് ഒഴിവുണ്ട്, വേഗം വന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മമ്മ വെന്റിലേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ കോൾ ചെയ്തു. അപ്പോഴാണ് നമ്മൾ കണ്ടത് ഒരു ഓക്സിജൻ മാസ്ക് ഇങ്ങനെ ഒരു കവറുള്ളതാണ്. അതിന് അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പോകുന്നതിന് മുമ്പ് അത് കണ്ണൊക്കെ ഇങ്ങനെ തുറപ്പിച്ച് കണ്ടില്ലേ, അങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ച് കിടക്കുന്നുണ്ടില്ലേ. അതെ, നമ്മൾ രാവിലെ വിളിച്ചതായിരുന്നു നേരത്തെ മാസ്ക്. അമ്മക്ക് അപ്പോൾ പേടിയായി. അപ്പോൾ അച്ചാച്ചന് അപ്പം തന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോയി ഗൈസ്. അപ്പോൾ നമ്മളിതാ ബാക്കി പിന്നെ അവിടെ എത്തി വിവരമൊന്നും അറിയുന്നില്ല. അങ്ങനെ അമ്മാമ്മനെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് അമ്മാമ്മനായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഫോണ് വിളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളില്ലേ എല്ലാ ദിവസവും അമ്മമ്മ ഹായ് അമ്മമ്മ സുഖാണോ എന്നൊക്കെ മെസ്സേജ് അയക്കും. എപ്പോൾ നോക്കിയാലും തുറന്നു നോക്കും അമ്മമ്മ കണ്ടു. പക്ഷെ ആരും കാണില്ല, ഒന്നും ഒരു ഇതുമില്ല. പിന്നെ അമ്മ എല്ലാവരും വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് അമ്മമ്മനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. 4ാമത്തെ ദിവസം ഡോക്ടർ വിളിച്ചു പറഞ്ഞു അമ്മമ്മ എഴുന്നേറ്റ് നടക്കുന്നൊക്കെ ഉണ്ട്, ബാത്റൂം പോകുന്നുണ്ട്, ചോറ് ഒറ്റയ്ക്ക് കഴിക്കുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നാളെ ചിലപ്പോൾ വാർഡിലേക്ക് മാറ്റുന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല സന്തോഷിച്ചിട്ടാ ഗൈസ്. സന്തോഷിച്ചു. അപ്പോൾ നമ്മൾ നല്ല സന്തോഷിച്ച് അങ്ങോട്ട് ഇതായി. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് വാർഡിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വന്നാൽ മാത്രമേ മാറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ തന്നെ മമ്മി ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് വേഗം പോയി. ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മമ്മി ബസ്സിൽ പോയി. അവിടെ എത്തിയത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ്, ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ബസ്സിൽ പോയി 10 മണിക്കാണ് ഗൈസ് അവിടെ എത്തിയത്. പിന്നെ അവിടെ വാർഡിലേക്ക് കയറ്റിയത് 12 മണിക്ക്.
അമ്മമ്മ അവിടെ എത്തിയിട്ട് നമ്മളെ വീഡിയോ കോൾ ചെയ്തു. അമ്മമ്മനെ കടവാതെ അമ്മമ്മ. ഞങ്ങൾ സന്തോഷിച്ചു. എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം അമ്മാമനെ കണ്ടപ്പോ. അങ്ങനെ അവിടെ ഒരാഴ്ച നിന്നതിന് ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. അങ്ങനെ അമ്മാമ്മയും മമ്മിയും 10 ദിവസം ഐസൊലേഷനിലിരുന്നു. അമ്മാമ്മക്ക് നെഗറ്റീവായിരുന്നു. മമ്മീനോട് ചെക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ഇങ്ങോട്ടേക്ക് വരേണ്ടതുകൊണ്ട് ഇവിടെ അമ്മാമ്മയും ആൻറ്റി അമ്മയും ഞങ്ങളുള്ളതുകൊണ്ട് മമ്മി ചെക്ക് ചെയ്തു. അത് വരാനും റിസൾട്ട് വരാൻ 10 ദിവസം എടുത്തു. 10 ദിവസം അത് വന്നിട്ട് നെഗറ്റീവായി പെട്ടെന്നൊരു സർപ്രൈസ് പോലെ ഞങ്ങളോട് പറയാതെ മമ്മി ഇങ്ങോട്ട് വന്നിട്ടും വല്ലാത്തൊരു ബാഡ് ന്യൂസാണ് കഴിച്ചു. എന്താ വെച്ചാൽ മമ്മിയെ തൊടാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല, ഒന്നിനും പാടില്ല. പക്ഷെ ഉമ്മ വയ്ക്കാനും പാടില്ല. അത് ഞങ്ങൾക്ക് ഒത്തിരി കൊതിയുണ്ടായിരുന്നു. പക്ഷെ അതും പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ മമ്മി മൊബൈൽ വരെ തരുവിച്ചിരുന്നു നമുക്ക്. ഇപ്പൊ നമുക്ക് മൊബൈൽ കിട്ടുക എല്ലാതും കിട്ടും. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ പിടിക്കാൻ പറ്റും, ഉമ്മ വയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സന്തോഷായി. പിന്നെ ഇന്നലെ അമ്മാമ്മന്റെ ബർത്ത്ഡേ ഇല്ല, മിനിഞ്ഞാന്ന് അമ്മാമ്മന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിച്ചു. മിനിഞ്ഞാന്നായിരുന്നു അമ്മാമ്മന്റെ ബർത്ത്ഡേ. ഫോട്ടോ നമ്മളിതാ ഈടെ സൈഡിൽ ഇടുന്നുണ്ട്. ഇതാ അമ്മാമ്മന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് കുട്ടപ്പി. ഇപ്പൊ നല്ല അവിടുത്തെ എല്ലാരെ കൂടിയും കേക്ക് മുറിക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് അമ്മാമ്മനെ തിരിച്ചു തന്നതാ. അമ്മാമ്മ നമുക്ക് ദൈവം തിരിച്ചു തന്നതാ. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചതിന് നന്ദി. അപ്പൊ നാളെ മുതൽ നമ്മൾ അടിച്ചു പൊളിച്ച് വീഡിയോ ഇങ്ങനെ പടപടപടായി വരാൻ പോവുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് മാസ്ക് ഇട്ടിരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് ഉപയോഗിക്കുക. എല്ലാവരും നല്ല സൂക്ഷിക്കണം. പുറത്ത് പോകുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. വീട്ടിലുള്ളവർ പുറത്ത് പോകുന്നവർ നല്ല ശ്രദ്ധിക്കണം ഗൈസ്. ഞങ്ങളെ പോലുള്ളവരും വലിയ പ്രായമുള്ളവർക്കും അവർക്കൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. Stay home, stay safe. Bye. Bye.